മാതൃഭാരതത്തിന്റെ സുവർണ ചരിത്രം, നക്ഷത്രദീപ്തിയാർന്ന ഒട്ടനവധി മഹത്തുക്കളുടെ നിലയ്ക്കാത്ത പരമ്പരയുടെ ഗാഥ കൂടിയാണ്. ഉജ്ജ്വലമാർന്ന ഒട്ടനവധി സുവർണ മുഹൂർത്തങ്ങളാൽ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ കുറിക്കപ്പെട്ടതാണ് ലോകമാത അഹല്യാബായി ഹോൾക്കറുടെ ജീവിതം. 1000 കൊല്ലം നീണ്ടുനിന്ന ഇസ്ലാമിക അധിനിവേശങ്ങളിൽ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പുകളാൽ തടയണ തീർത്തെങ്കിലും തലമുറകൾ നീണ്ടുനിന്ന നിരന്തരമായ പോരാട്ടങ്ങൾ സാംസ്കാരിക ഭാരതത്തിന്റെ അകക്കാമ്പിനെ തന്നെ ഗ്രസിച്ചു തുടങ്ങിയിരുന്നു. ഛത്രപതി ശിവാജി ഉയർത്തിയ മറാത്തയുടെ പോരാട്ടവീര്യം ഔറംഗസീബിന്റെ കാലത്തോടെ മുഗള സാമ്രാജ്യത്തിന്റെ കരുത്തു ചോർത്തിക്കളഞ്ഞുവെങ്കിലും ഭ്രാന്തമായ മതവർഗീയത കാലമിത്രയും കൊണ്ട് തകർത്തെറിഞ്ഞത് ഈ മണ്ണിന്റെ മാനബിന്ദുക്കളെയായിരുന്നു. ഹിന്ദുവിന്റെ കാഴ്ചപ്പാടിൽ ഈ രാഷ്ട്രത്തിന്റെ ഓരോ തരിമണ്ണും പവിത്രമാണ്. ഭാരതം ദേവനിർമ്മിത ഭൂമിയാണ്. ഹൈന്ദവധർമ്മം സനാതനമായി നിലനിൽക്കുന്നതിന്റെ പിന്നിലെ സുപ്രധാനമായ ഉപാധി തീർത്ഥഘട്ടങ്ങളിലേക്കും പുണ്യനഗരികളിലേക്കുമുള്ള തീർത്ഥാടനമാണ്. അധിനിവേശത്തിന്റെ ആപത്കാലത്ത് തകർത്തെറിയപ്പെട്ട അയോധ്യയും മധുരയും കാശിയും അടക്കമുള്ള മാനബിന്ദുക്കൾ. അവിടങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകൾ കാലഹരണപ്പെട്ടു തുടങ്ങിയിരുന്നു. മാൾവയിലെ നർമ്മദാ നദീ തീരത്തെ മഹേശ്വർ കേന്ദ്രമാക്കി ഭരണം നിർവഹിച്ച ഹോൾക്കർ രാജവംശത്തിന്റെ വീരനായികയായിരുന്നു ലോകമാത അഹല്യാബായി ഹോൾക്കർ. മാൾവയുടെ 4 അതിരുകൾക്ക് പുറത്തു പോകാത്ത അഹല്യാബായി വിശാല ഭാരതത്തിന്റെ മാറിടങ്ങളിൽ ഇസ്ലാം അധിനിവേശമേൽപ്പിച്ച മുറിപ്പാടുകളെ തന്റെ മാതൃവാത്സല്യമാർന്ന കർമ്മ നൈപുണിയാൽ ഉണക്കിയെടുക്കുകയായിരുന്നു. ഹിമാലയ നെറുകയിലെ ബദരീനാഥം മുതൽ സാഗരതീരത്തെ രാമേശ്വരം വരെ, പശ്ചിമ ഗുജറാത്തിലെ ദ്വാരക മുതൽ ഒറീസയുടെ തീരത്തെ ജഗന്നാഥപുരി വരെ ഒട്ടനവധി പുണ്യനഗരികളും തീർത്ഥഘട്ടങ്ങളും അഹല്യാബായിയുടെ പരിശ്രമത്താൽ നവീകരിക്കപ്പെട്ടു. ലോകമാത അഹല്യാബായി ഹോൾക്കറുടെ ഹൃദയേച്ഛയാൽ പുനരുദ്ധരിക്കപ്പെട്ട പുണ്യസ്ഥലികളിലൂടെ ഹൃദയം കൊണ്ടൊരു തീർത്ഥാടനം. കാശി. മാനവ ചരിത്രത്തിലെ ഏറ്റവും പ്രാചീന നഗരിയായ കാശി വാരണാസി എന്നും അറിയപ്പെടുന്നു. കാശിയിലെ ഗംഗാസ്നാനം ഹിന്ദുക്കൾക്ക് മോക്ഷദായകമാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം മുഗൾ രാജവംശത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ഔറംഗസീബ് തകർത്തെറിഞ്ഞ് 111 വർഷങ്ങൾക്ക് ശേഷം 1780 അഹല്യാബായി പുനർനിർമ്മിച്ചു. കാശിയുടെ പ്രൗഢിക്കൊത്തവണ്ണം വിശ്വനാഥനെ ഭവ്യമായ മന്ദിരം തീർത്ത് പ്രതിഷ്ഠിക്കുകയെന്ന കർത്തവ്യം നമ്മുടെ തലമുറയുടെ ദൗത്യമായി അവശേഷിക്കുന്നു. സോമനാഥം. 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന സോമനാഥം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. 1036 മുഹമ്മദ് ഗസ്നി തകർത്തെറിഞ്ഞ സോമനാഥ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി അഹല്യാബായി ഹോൾക്കർ ക്ഷേത്രം നവീകരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയും ഉരുക്കുമനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ സോമനാഥം പുനർനിർമ്മിക്കുകയുണ്ടായി. ദ്വാരക. ഗുജറാത്തിന്റെ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വാരക ശ്രീകൃഷ്ണ ഭഗവാനാൽ സ്ഥാപിക്കപ്പെട്ട പുണ്യപുരിയായി സ്ഥിതി ചെയ്യുന്നു. ആദിശങ്കരാചാര്യർ ചതുർമഠങ്ങളിൽ ഒന്നായ ദ്വാരകാപീഠം ഇവിടെ സ്ഥാപിച്ചു. ദ്വാരകയിലെത്തുന്ന തീർത്ഥാടകർക്കായി അഹല്യാബായി ഹോൾക്കർ
വിശാലമായൊരു അതിഥി മന്ദിരം പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഉജ്ജയിനി. മധ്യപ്രദേശിലെ പുണ്യനഗരിയായ ഉജ്ജയിനിയുടെ തിലകക്കുറിയായി മഹാകാലേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മഹാഭാരത കാലത്തോളം പഴക്കമുള്ള ഈ നഗരത്തിൽ രാജമാത 4 ക്ഷേത്രങ്ങളും ഒരു സത്രവും പണി കഴിപ്പിച്ചു. മധുര. ഉത്തർപ്രദേശത്തിലെ ഈ നഗരത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിച്ചത്. പലകുറി ഇസ്ലാം അധിനിവേശ ശക്തികൾ മധുരാ നഗരത്തെ ആക്രമിച്ചു കൊള്ളയടിച്ചു. ഔറംഗസീബിന്റെ ഭരണകാലത്ത് ജന്മസ്ഥാൻ ക്ഷേത്രം ആക്രമിച്ച് നശിപ്പിച്ചു. ലോകമാത അഹല്യാബായ് ഹോൾക്കർ മധുരാ നഗരത്തിൽ ഒരു ക്ഷേത്രവും 2 തീർത്ഥഘട്ടങ്ങളും ഒരു അതിഥി മന്ദിരവും ഒരുക്കിയിരിക്കുന്നു. അയോധ്യ. സരയൂ നദീതീരത്തെ ഈ നഗരത്തിലാണ് മര്യാദാ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതാരമെടുത്തത്. അതിർത്തി കടന്നുവന്ന അധിനിവേശ ശക്തികൾ അയോധ്യയെ കീഴടക്കി ഭാരതത്തിനുമേൽ സമ്പൂർണ്ണ ആധിപത്യത്തിനായി പരിശ്രമിച്ചു. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ് അയോധ്യയിലെ ക്ഷേത്രം തകർത്ത് തന്റെ വിജയസ്മാരകം സ്ഥാപിച്ചത്. അയോധ്യയുടെ മോചനത്തിനായി എക്കാലവും ഹിന്ദുക്കൾ നടത്തിവന്ന പോരാട്ടത്തിന് അഹല്യാബായി പൂർണ്ണ പിന്തുണ നൽകി. അയോധ്യ നഗരത്തിൽ ലോകമാത അഹല്യാബായി 4 ക്ഷേത്രങ്ങളും തീർത്ഥാടകർക്കായി 3 സത്രങ്ങളും പണി കഴിപ്പിച്ചു. ഇന്നത്തെ തലമുറയുടെ പുണ്യമായി ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ തലയുയർത്തി നിൽക്കുന്നു. ഹരിദ്വാർ. ഉത്തരാഖണ്ഡിലെ ഹിമാലയ നഗരമാണ് ഹരിദ്വാർ. ദക്ഷപ്രജാപതിയുടെ യാഗശാലയായി അറിയപ്പെടുന്ന ഇവിടെ 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടന്നുവരുന്നു. സപ്തമോക്ഷ നഗരികളിൽ ഒന്നായ ഹരിദ്വാറിൽ എത്തുന്ന തീർത്ഥാടകർക്കായി രാജമാത അഹല്യാബായി തീർത്ഥഘട്ടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും പണി കഴിപ്പിച്ചു. ബദരീനാഥ്. അളകനന്ദയുടെ തീരത്ത് നാരായണ പർവ്വതത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യനഗരം ചതുർധാമങ്ങളിൽ ഏറ്റവും പ്രാചീനമായതാണ്. ഇവിടെയാണ് ശങ്കരാചാര്യർ ജ്യോതിർമഠം സ്ഥാപിച്ചത്. 6 മാസവും മഞ്ഞു മൂടിക്കിടക്കുന്ന ബദരീനാഥിൽ ലോകമാത അഹല്യാബായ് ഹോൾക്കർ 5 ധർമ്മശാലകളും 8 സത്രങ്ങളും സ്ഥാപിച്ചു. ജഗന്നാഥപുരി. ഭാരതത്തിന്റെ കിഴക്കൻ അതിർത്തിയിൽ ഒറീസയുടെ തീരത്താണ് ജഗന്നാഥപുരി സ്ഥിതി ചെയ്യുന്നത്. പുരിയിലെ രഥോത്സവം ലോകപ്രസിദ്ധമാണ്. ജഗന്നാഥപുരിയിൽ അഹല്യാബായ് ഹോൾക്കർ ക്ഷേത്രം നവീകരിച്ചു. രാമേശ്വരം. തമിഴ്നാട്ടിലെ ഗംഗാസാഗര തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം പിതൃശ്രാദ്ധത്തിന് പ്രസിദ്ധമാണ്. ഇവിടെ നിന്നാണ് ശ്രീരാമചന്ദ്രൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തിയത്. രാമേശ്വരത്തെ തീർത്ഥാടകർക്കായി അതിഥി മന്ദിരങ്ങൾ പണിതീർത്ത അഹല്യാബായ് ഗംഗാതീർത്ഥവുമായി രാമേശ്വരത്തേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരെ
ടിപ്പുവിൻ്റെ പടയാളികളിൽ നിന്ന് രക്ഷിക്കുകയുമുണ്ടായിട്ടുണ്ട്. വിരാസത് ഓർ വികാസ്, പൈതൃകവും വികസനവും ഒരേ ദിശയിൽ തൊടുക്കുന്ന രണ്ട് ദിവ്യാസ്ത്രങ്ങളായി പ്രയോഗിച്ച വീരസൈന്യാധിപതിയായിരുന്നു അഹല്യാബായ് ഹോൾക്കർ. ഭാരതത്തിൻ്റെ പുതുതലമുറയ്ക്ക് മാതൃകയാക്കേണ്ടുന്ന വീരവനിതയാണ് അഹല്യാബായ് ഹോൾക്കർ. രാഷ്ട്രമെങ്ങും ആചരിക്കപ്പെടുന്ന 300ാം ജന്മവാർഷിക ആഘോഷങ്ങളാൽ ലോകമാത അഹല്യാബായിയുടെ ജീവിതം ഓരോ ഭാരതീയൻ്റെ മനസ്സിലും ഉയർത്തെഴുന്നേൽക്കുകയായി. അഹല്യാബായി തെളിച്ചിട്ട വഴികളിൽ പുതിയ ഭാരതത്തെ തേടിയ നമ്മുടെ യാത്ര അനവരതം തുടരാം. വൈഭവപൂർണമായ വിശ്വാനുഗ്രഹകാരിയായ ഭാരതാംബയെ പുനഃസൃഷ്ടിക്കാൻ.